BJP MP കങ്കണ റാവത്ത് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അതായത് 4 വർഷത്തെ നിയമ നടപടികൾക്കൊടുവിൽ നടിയും BJP MPയുമായ കങ്കണ റാവത്തും അതുപോലെ കവിയും ഗാനരചയിതാവുമായ ജാവേദ് അക്തറും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായി. മുംബൈ ബാന്ദ്രയിലെ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് ഇരുവരും ഒത്തുതീർപ്പിലെത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ചതായി കങ്കണയുടെ അഭിഭാഷകനായ റിസ്വാൻ സിദ്ദിഖിയും ജാവേദിന്റെ അഭിഭാഷകനായ ജയകുമാർ ഭരദ്വാജും പറഞ്ഞിരിക്കുന്നു. ജാവേദ് അക്തറിനെതിരായ തന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നും അതുമൂലം അദ്ദേഹത്തിനുണ്ടായ വിഷമത്തിൽ താൻ മാപ്പപേക്ഷിക്കുന്നുവെന്നും കങ്കണ പറഞ്ഞിരിക്കുന്നു. 2020 ജാവേദ് അക്തർ കങ്കണയ്ക്കെതിരെ പരാതി നൽകിയത്. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ജാവേദ് അക്തറിന്റെ പരാതി. ആ പരാതി കേൾക്കുന്നവർക്ക് കങ്കണ റാവത്തിന്റെ സ്വഭാവവുമായി വെച്ച് നോക്കിയാൽ ഇത് ശരിയാണെന്ന് തോന്നും. ഇതിന് പിന്നാലെ ജാവേദ് അക്തറിനെതിരെ കങ്കണയും പരാതി നൽകി. 2016 ജാവേദ് അക്തറിന്റെ വസതിയിൽ വെച്ച് സഹനടനോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു കങ്കണയുടെ ആരോപണം. അങ്ങനെ കങ്കണ റാവത്ത് പല കുഴികളിലും ചെന്ന് ചാടുകയും അവസാനം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നമുക്കറിയാം, കങ്കണ അമർദീപ് റാവത്ത് എന്ന കങ്കണ റാവത്ത് ഒരു ഇന്ത്യൻ നടി മാത്രമല്ല, ചലച്ചിത്ര നിർമ്മാതാവും രാഷ്ട്രീയക്കാരിയും ഇപ്പോൾ MPയുമാണ്. അതായത് 2024 മുതൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായും ലോകസഭ അംഗമായും ഒക്കെ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. സ്ത്രീകൾ നയിക്കുന്ന ഹിന്ദി സിനിമകളിലെ ശക്തമായ ഇച്ഛാശക്തിയുള്ള പരമ്പരാഗത സ്ത്രീകളെ അവതരിപ്പിച്ചതിന് പേരുകേട്ട ഈ നടി 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 4 ഫിലിം ഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. കൂടാതെ ഫോബ്സ് ഇന്ത്യയുടെ സെലിബ്രിറ്റി 100 പട്ടികയിൽ 6 തവണ ഇടം നേടിയിട്ടുള്ള നടിയാണ്. 2020 രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മശ്രീ നൽകി ഇന്ത്യ സർക്കാർ അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എടുക്കുന്ന ജോലി. ഇടയ്ക്കിടയ്ക്കൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കും, അതിന് മാപ്പ് പറയും, അല്ലെങ്കിൽ കർഷകരെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കും. ഇതൊക്കെയായി ഒരു MP ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.